ഹലോ ഫ്രണ്ട്സ്, കുറച്ച് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടാറ്റ മൺസ നമുക്ക് റീസ്റ്റോറേഷൻ വന്നത്. അപ്പോൾ ആ ഒരു റീസ്റ്റോറേഷൻ വന്ന വണ്ടിയുടെ എക്സാക്ട് കണ്ടീഷൻ, ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇത്. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഈ ഒരു വണ്ടി കാണുക. കാരണം ജസ്റ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന കണ്ടീഷൻ മാത്രമേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. റീസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ളത് റീസ്റ്റോറേഷൻ കഴിഞ്ഞാൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷൻ ജസ്റ്റ് കാണണം. പിന്നെ ഇത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കമ്പാരിസൺ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ കസ്റ്റമർ ആക്ച്വലി ഇത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ച വണ്ടിയാണ്. ഈ വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചത്. ഈ ഒരു പർട്ടിക്കുലർ വണ്ടി എന്നല്ല, ടാറ്റ മൺസ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. അത് പൊതുവെ മൺസ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനോട് നമ്മൾ ഫീഡ്ബാക്ക് ചോദിച്ചാലും അറിയാം, അത്രയ്ക്ക് യാത്രാസുഖം ഒക്കെ ഉള്ള ഒരു റോക്ക് സോളിഡ് കാറാണ് ടാറ്റ മൺസ എന്ന് പറയുന്നത്. ശരിയാണ്, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് കണ്ടീഷനിലോട്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. പക്ഷേ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന വാഹനമാണ് ടാറ്റ മൺസ. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ഒരു വാഹനം നമ്മുടെ കസ്റ്റമർ മേടിച്ചത്. സോ മേടിച്ചെടുക്കുന്ന സമയത്തുള്ള കണ്ടീഷനാണ് ഇപ്പോൾ ആക്ച്വലി ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ബോണറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉയർത്തി കാണിക്കാം, എൻജിൻ ബേയുടെ അവസ്ഥ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. എൻജിൻ ബേയുടെ അവസ്ഥ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ ഒരു ഡാമേജ് എന്നുള്ള രീതിയിൽ എടുത്തു വരേണ്ട എൻജിൻ്റെ മേളിൽ വരുന്ന കവറെല്ലാം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് പൊതുവേ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കാവുന്നതാണ്. ഈ ഫൈബറിൻ്റെ മെറ്റീരിയൽ എല്ലാം തന്നെ കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പോകാറുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ വലിയ രീതിയിൽ റസ്റ്റിംഗ് ഒന്നും തന്നെ എൻജിൻ ബേയുടെ ഉള്ളിലോട്ട് കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ബോഡി വർക്ക് എന്നുള്ള രീതിയിൽ എന്തായാലും എൻജിൻ ബേയിൽ ചെയ്യേണ്ട. അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കസ്റ്റമറിന് ആ കാര്യത്തിൽ ലക്കുണ്ട്. ബോണറ്റിൻ്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ എല്ലാം തന്നെ പീൽ ഓഫ് ആയി പോയിട്ടുണ്ട്. എന്തായാലും ഫുൾ ബോഡി പെയിൻറ്റിങ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്തു പറയേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഹെഡ് ലാമ്പ് യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട്. അത് ദൂരെ നിന്ന് കാണുമ്പോൾ പ്രശ്നമല്ല, പക്ഷേ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ തന്നെ യെല്ലോ ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഹെഡ് ലാമ്പിലൊന്നും തന്നെ പൊട്ടൽ വീണിട്ടില്ല. അതുകൊണ്ട് നമുക്കത് റീസ്റ്റോർ ചെയ്യാം. സെയിം തന്നെയാണ് ഇപ്പോഴത്തെ ഹെഡ്ലൈറ്റിൻ്റെ അവസ്ഥയും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ക്രൂയിലാണ് കേട്ടോ. ബമ്പറാണെങ്കിലും പല ലോക്കുകളാണെങ്കിലും സ്ക്രൂ ചെയ്താണ് ഇപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത്. താഴത്തെ ആ ഒരു എയർ വെൻ്റൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ നോക്കി കണ്ടോ, ഇത് സ്ക്രൂയിലും അതുപോലെ കെട്ട് കമ്പിയിലൊക്കെയാണ് ഈ സംഭവമൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇത് ഒന്നെങ്കിൽ മുന്നേ ഉപയോഗിച്ച ആൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊടുത്ത വർക്ക്ഷോപ്പിൽ ചെയ്ത ഷോർട്ട് കട്ട് ആയിരിക്കാം. എനിവേ ഇപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. സൈഡ് പ്രൊഫൈലിലോട്ട് ബമ്പറിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. അത് തിരിച്ച് ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ഫെൻഡറിലൊന്നും തന്നെ വലിയ രീതിയിൽ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ഷേപ്പ് അതുപോലെ തന്നെ മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഈവൻ ആ ലൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ബോഡിയുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അധികം സൈഡ് ഇടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടുള്ള വണ്ടിയല്ല ഇത്. ഇത് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിന് ചുറ്റും വരുന്നൊരു ബോർഡറാണ്. അവിടെ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ കവറിങ് ഉണ്ട്. നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗ്ലാസ്സിലൊന്നും വലിയ പ്രശ്നമില്ല, കാര്യമായിട്ടൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ വാട്ടർ സ്പോട്ടുകളൊക്കെ ഉള്ളൂ. അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ റീസ്റ്റോറേഷൻ വരുന്ന വണ്ടികളുടെയൊക്കെ വൈപ്പർ ഈ ഒരു ആമിൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു വണ്ടിയുടെ വൈപ്പർ ആമൊക്കെ തന്നെ വളരെ പുതിയതുപോലെ ഇരിപ്പുണ്ട്. അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി, റീപെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സൈഡ് പ്രൊഫൈലിൽ പിന്നെ ഡോറിൻ്റെ ആ ഏരിയയിലോട്ട് നോക്കുമ്പോഴും പെയിൻറ്റിൻ്റെ ചെറിയ ചെറിയ ഡാമേജസ് അല്ലാണ്ട് വലിയ രീതിയിൽ തുരുമ്പോ കാര്യങ്ങളോ ഇല്ല. ഡോർ ഹാൻഡിലെല്ലാം തന്നെ ഇപ്പോൾ ഇളക്കി വെച്ചേക്കാണ് കേട്ടോ. കാരണം ഇത് ഇന്ന് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റാനായിട്ട് പോവുകയാണ്. സോ ബാക്ക് ടയറിൻ്റെ കാര്യവും ഏറെക്കുറെ മോശം കണ്ടീഷനിലാണ്. പക്ഷേ അതിനേക്കാളും മോശം കണ്ടീഷനിലാണ് ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥ. ഫ്രണ്ട് ടയറിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 4 ടയറും എന്തായാലും റീപ്ലേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഓൾറെഡി നമ്മൾ ഈ ഒരു വണ്ടിയുടെ കസ്റ്റമറിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വണ്ടി വർക്ക് കഴിയുന്ന സമയം നോക്കി ടയർ കൂടി കൊണ്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെയിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ടാറ്റ വണ്ടിയുടെ പഴയ വണ്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമായ റസ്റ്റിംഗ് നല്ല രീതിയിൽ തന്നെ വണ്ടിയിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി ഞാനിപ്പോൾ ഈ ബൂട്ടൊന്ന് ക്ലോസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിലെ ഗ്ലാസ്സിനെ നമ്മൾ ആക്ച്വലി ഇളക്കിയതിൻ്റെ കാരണം ബാക്ക് ഗ്ലാസ് വരുന്നതിൻ്റെ ബോർഡർ ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് റസ്റ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ റസ്റ്റിംഗ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് വളരെ ദുരന്തമായിട്ടാണ്. കാരണം നിങ്ങൾ ഇതിൻ്റെ മേൽവശത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം വളരെ നല്ല രീതിയിൽ ആ തുരുമ്പ് കയറി ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇതിന് കംപ്ലീറ്റ് കട്ട് ചെയ്തിറക്കി പുതിയ മെറ്റൽ പീസ് വെച്ച് വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതുവഴി വണ്ടിക്കുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ക്രാക്ക് വഴി വണ്ടിക്കുള്ളിലേക്ക് നല്ല രീതിയിൽ മഴയത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട്. അത് വണ്ടിയുടെ ഇൻറ്റീരിയർ ബോഡി തുരുമ്പാകുന്നതിന് കാരണമായിട്ട് മാറുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെയും സെയിം തന്നെയാണ് അവസ്ഥ. തുരുമ്പിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഈ കാണുന്നൊരു പോർഷൻ കണ്ടോ, അവിടെ ആക്ച്വലി തുരുമ്പ് കയറി ഹോള് വീണിട്ടുണ്ട്. ഇത്തരത്തിൽ ഹോള് വീണ ഒരുപാട് ഏരിയ വണ്ടിയുടെ ഉള്ളിലുണ്ട്. അതുവഴി വണ്ടിയുടെ ഉള്ളിലോട്ട്, ക്യാബിൻ്റെ ഉള്ളിലോട്ട്
നമ്മൾ മഴ സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. അത് കൂടുതൽ ഭാഗങ്ങൾ തുരുമ്പാകുന്നതിനും കാരണമാകുന്നുണ്ട്. ഞാൻ നേരത്തെ മേൽവശത്ത് തുരുമ്പായി പോയ ഏരിയയിൽ കൂടെ വെള്ളം ഇറങ്ങുമെന്ന് പറഞ്ഞില്ല. അത്തരത്തിൽ വെള്ളം ഇറങ്ങി വെള്ളം ഒലിച്ചു പോയ ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതിൻ്റെയൊക്കെ ഏരിയയിൽ റസ്റ്റിംഗ് നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഇതാണ് ബാക്ക് സൈഡിൻ്റെ അവസ്ഥ. ഇനി വണ്ടിയുടെ ഉൾവശത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഉള്ളിലോട്ട് പോയി തന്നെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ ഇളക്കി വെച്ചു. പക്ഷേ ഉള്ളിൽ കയറാൻ എളുപ്പത്തിന് ഒരു ഡോർ ഹാൻഡിൽ ബാലൻസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡോറ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു എന്നറിയില്ല. അത് ഇവിടെയൊക്കെ തന്നെ പെയിൻറ്റിൻ്റെ ഉൾവശത്ത് തുരുമ്പാണ്. അത് പൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. സെയിം തന്നെയാണ് ഈ ഒരു ഏരിയയുടെ അവസ്ഥ. കണ്ടോ, ഇതെല്ലാം തുരുമ്പായിട്ട് പെയിൻറ്റ് ഇങ്ങനെ പൊള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോഡി പീസിനെ കട്ട് ചെയ്ത് മാറ്റി പുതിയ ഒരു മെറ്റൽ പീസ് വെച്ച് വെൽഡ് ചെയ്ത് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പെൻസീവ് ആയി പോകും അതിൻ്റെ റിപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ബോഡിയൊക്കെ തന്നെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. ഉള്ളിൽ ആ ഹോൾ വീഴുന്ന ഏരിയ മാത്രം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഡോറിൻ്റെ ഉൾവശം നോക്കുമ്പോൾ ഡോർ പാഡ് എല്ലാം തന്നെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിൽ തുരുമ്പെന്ന് പറയാനായിട്ടില്ല. ജസ്റ്റ് താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലൊക്കെയാണ് തുരുമ്പായിട്ട് കാണുന്നത്. ഇത് മിക്ക വണ്ടികളിലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ മാത്രം പെട്ടെന്ന് തുരുമ്പ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരിയയിലൊക്കെ കാണുന്ന ഈ കുഞ്ഞു ഹോൾസ് ഉണ്ടല്ലോ, ഇത് ഡ്രെയിൻ ഹോൾസ് ആണ്. നമ്മൾ മഴയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഡോറിനകത്ത് വരുന്ന വെള്ളം ഈ ഒരു ഡ്രെയിൻ ഹോൾ വഴിയാണ് പുറത്ത് പോകേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അഴുക്ക് എന്തെങ്കിലും വന്ന് ഇത് അടഞ്ഞു പോവുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയും പെട്ടെന്ന് തന്നെ താഴ്വശം തുരുമ്പാവുകയും ചെയ്യും. അത് മിക്ക വണ്ടികളിലും വരുന്നുണ്ട്. ടാറ്റയ്ക്ക് മാത്രമല്ല, മിക്ക വണ്ടികളിലും വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് വണ്ടിക്കാണെങ്കിലും അത് വരും. അത് ഈ ഒരു വണ്ടിക്കും വന്നിട്ടുണ്ട്. അതുപോലെ ഉള്ളിലുള്ള ഡോർ ഹാൻഡിലിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോകമാണ്. ഇതും കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്നതാണ്. ആ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല. അതെല്ലാം തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് 4 ഡോർ ഹാൻഡിൽ ഈ വണ്ടിയുടെ ഉൾവശത്തത് മാറ്റിയേ പറ്റത്തുള്ളൂ. അത് റീപ്ലേസ് ചെയ്യേ വകുപ്പുള്ളൂ, റിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഉള്ളിൽ ഇതാണ് അവസ്ഥ. ഉള്ളിൽ തുരുമ്പെന്ന് പറയാനായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മുടെ പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്താൽ പോകാവുന്ന അവസ്ഥയിലേ ഉള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിൽ അങ്ങനെ റസ്റ്റായി പൊട്ടിപ്പോയി എന്നുള്ള ലെവലിലോട്ടൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ആ ഡോറിൻ്റെയൊക്കെ എഡ്ജസ് ഒക്കെ കണ്ട അവിടെ എല്ലാം തന്നെ തുരുമ്പുണ്ട്. അപ്പുറത്തെ ഡോറിൻ്റെ ആ ഒരു ഏരിയയൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് കയറിയിട്ടുണ്ട്. പിന്നെ ഫ്ലോറിൻ്റെ അവസ്ഥയാണ്. പക്ഷേ ഫ്ലോറിൽ ജസ്റ്റ് തുരുമ്പ് കയറി പൊള്ളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു പോർഷനിലൊക്കെ ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയും ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാണ്ട് ബോഡി പൊട്ടിപ്പോയ അവസ്ഥയിലോട്ട് ആയിട്ടില്ല, പൊളിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ. സെയിം തന്നെയാണ് ഡ്രൈവർ ഡോറിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ തന്നെ. സോ സാധാരണ വണ്ടികൾ, ഇത്രയും കാലപ്പഴക്കമുള്ള വണ്ടികളുടെയൊക്കെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുമ്പോൾ ഫ്ലോറിൻ്റെ മെറ്റീരിയൽ എല്ലാം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. പക്ഷേ അത്തരത്തിൽ പൊട്ടി ഹോളായ അവസ്ഥയിലോട്ട് എന്തായാലും ഈ വണ്ടി മാറിയിട്ടില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഡോറിലും നേരത്തെ കണ്ട ഡോറിൻ്റെ അതേ അവസ്ഥ തന്നെയാണ്. വലുതായിട്ട് തുരുമ്പൊന്നും തന്നെ ഇല്ല. പക്ഷേ ഡോർ ഹാൻഡിൽ സെയിം തന്നെയാണ്. ഈ ഒരു ഡോർ ഹാൻഡിലും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള ബോഡിയുടെ പാനൽസിൻ്റെ അവസ്ഥ ഇതാണ്. ജസ്റ്റ് ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇതെല്ലാം തന്നെ നമുക്കൊന്ന് തേച്ച് പേപ്പറിന് തേക്കുകയും പെയിൻറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ടിൽ ആക്ച്വലി ഈ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അത് 2 കാരണങ്ങളാകാം. ഒന്നെങ്കിൽ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ബീഡിങ് എന്തോ കട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഏരിയയിലൂടെ എന്തെങ്കിലും വണ്ടിയുടെ ഉള്ളിൽ വെള്ളം വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ AC യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളം കറക്റ്റായിട്ട് അത് പുറത്ത് പോകാതെ വണ്ടിയുടെ ഉള്ളിലോട്ട് വീഴുന്നുണ്ട്. കാരണം അത് ഈ ഒരു റബ്ബർ മാറ്റ് മാറ്റുന്ന സമയത്തൊക്കെ തന്നെ ഉള്ളിലൊക്കെ തന്നെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും, തുരുമ്പും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ റിമൂവ് ചെയ്തിട്ടാണ് ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മാത്രമല്ല ആ ഒരു വെള്ളം വരുന്ന ഏത് വഴിയിൽ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്താലും അത് പിന്നെയും വണ്ടിയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാം, വീണ്ടും തുരുമ്പ് കയറുന്നതിന് കാരണമാവും. സോ ഇത്രയാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ അവസ്ഥ. പിന്നെ വണ്ടിയുടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിലവിലൊരു ബ്ലാക്ക് അല്ല, ഒരു ആഷ് കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ തന്നെ കാണുന്നത്. അതെല്ലാം തന്നെ നമ്മൾ മാറ്റി ബ്ലാക്കിലോട്ട് മാറ്റാൻ പോവാണ്. ബ്ലാക്ക് ആൻഡ് ബേജ് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാറ്റാണ് ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ വെള്ളം ലീക്ക് ആകുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ താഴ്വശത്ത് വരുന്ന മാറ്റാണ് കേട്ടോ, റബ്ബർ മാറ്റാണ്. റബ്ബർ മാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ വണ്ടിയിൽ വരുന്ന മാറ്റിനും ഉൾവശത്ത് കാണുന്നതാണ്. ഇതിൻ്റെയൊക്കെ മേളിലെ വാട്ടർ കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പം നമുക്ക് കാണാം. ഇതേ രീതിയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ബോഡി പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോവും. ദെൻ റൂഫ് അത്യാവശ്യം അഴുക്ക് കയറിയിട്ടുണ്ട്.
പക്ഷേ എങ്കിലും അത് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ റൂഫ് ക്ലീനിങ് ഒക്കെ തന്നെ നമ്മുടെ ഡീപ്പ് ക്ലീനിങ് പാക്കിനോടൊപ്പം തന്നെ ചെയ്യുന്നതാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ബോഡി പാനൽസ് ആണ്. സീറ്റ്സ് എല്ലാം തന്നെ ലെതേർഡ് ആണ്, ലെതറൈറ്റ് ഇത് ചെയ്തെടുത്തതാണ്. പക്ഷേ വലിയ രീതിയിൽ ഡാമേജ് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരുപാട് എക്സ്പെൻസ് വേണ്ട, നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്യണം, ബട്ട് സ്റ്റിൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് കവേഴ്സിനൊക്കെ തന്നെ മാക്സിമം റീസ്റ്റോർ ചെയ്ത് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തായാലും മാറ്റേണ്ട കാര്യമില്ല. ബീഡിങ് സെറ്റ് എല്ലാം തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഗ്ലോ ബോക്സ് ആണ് ഈ കാണുന്നത്. ഇതും നേരത്തെ കണ്ട ഡാഷ്ബോർഡിൻ്റെ സെയിം ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഡോർ പാഡ്സ് വന്നിട്ട് ഡ്യുവൽ ടോണിലാണ്, ബീജ് ആൻഡ് ആ ഒരു ആഷ് എന്നുള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിൽ ബീജിനെ നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, ബട്ട് ആ ഒരു ആഷ് കളർ വരുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ നിന്ന് അപ്രൂവൽ എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ആക്സസറീസ് ഒരുപാട് ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കുറേ വയറിങ് ഇപ്പോഴും വണ്ടിയിലുണ്ട്. അതൊക്കെ തന്നെ റിമൂവ് ചെയ്യണം. ആക്സസറീസ് ഒക്കെ തന്നെ റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തിരിച്ച് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ദെൻ ആ ഒരു പാഴ്സൽ ട്രേ ആണ്. ആക്ച്വലി കുറച്ച് പാർട്സിൻ്റെ ഉള്ളിലാണെങ്കിലും പാഴ്സൽ ട്രേ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതും നല്ല രീതിയിൽ തന്നെ കറുത്ത കളറായിട്ടുണ്ട്. അതൊക്കെ തന്നെ വണ്ടി കാലപ്പഴക്കം വരുന്ന സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ആരും തന്നെ വണ്ടി ഉള്ള കാലം ഷോക്കേസിനകത്ത് വയ്ക്കാനൊന്നും അല്ലല്ലോ മേടിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് വണ്ടിയിൽ ഇത്തരത്തിലുള്ള അഴുക്കുകളും ഡാമേജസും ഒക്കെ ഉണ്ടാവും. അത് പിന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കും. സോ ഇതൊക്കെ തന്നെ നമ്മുടെ ബോഡിയുടെ ഔട്ടർ ഇൻസൈഡിൽ വരുന്ന പാനൽസ് ആണ്. ഡോർ പാഡും അതുപോലുള്ള പാനലുകളും ഒക്കെയാണ്. ടെയിൽ ലൈറ്റ് രണ്ടും റീപ്ലേസ് ചെയ്തേ പറ്റൂ, കാരണം 2 ടെയിൽ ലൈറ്റും ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും തന്നെ റീപ്ലേസ് ചെയ്യണം. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ ഒരു കൺസോളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്, താഴെയുള്ള AC-യുടെ കൺട്രോളും കാര്യങ്ങളും ഉണ്ട്, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ ഒരു പാനലുണ്ട്. ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് പാനലെല്ലാം തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലോട്ടാക്കാനും മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഔട്ട്സൈഡ് ആ ഒരു ബോർഡർ എല്ലാം തന്നെ കാർബൺ ഫൈബറിൻ്റെ ആ ഒരു ടെക്സ്ചർ നൽകാനുമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ ബാഗ് ഒക്കെ തന്നെ ഊരി മാറ്റി ഇതേ ഈ കാണുന്നത് ഹോണ് വരുന്ന ആ ഒരു ഏരിയയാണ്. ഹോൺ നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യില്ല ഒരുക്കി, ആ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്റർ പോർഷൻ അതാണ് ആ കണ്ടത്. അതിൻ്റെ സൈഡ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെയും റീപെയിൻറ്റ് ചെയ്ത് പ്രോപ്പറാക്കി എടുക്കേണ്ടതുണ്ട്. സെൻറ്ററിലെ ടാറ്റയുടെ ലോഗോ അത് എത്രത്തോളം റീസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. എങ്കിലും മാക്സിമം റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. അല്ല പുതിയ പാർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഡോർ ഹാൻഡിലും കാര്യങ്ങളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു AC വെൻറ്റിൻ്റെ ഔട്ട്സൈഡ് വരുന്ന ഏരിയയാണ്. അത് ആക്ച്വലി ലെതറൈറ്റ് ആണ് കേട്ടോ. ബീച്ച് കളർ ലെതറൈറ്റ് ആയിട്ടാണ് മാനുഫാക്ചർ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ കീറലൊന്നും തന്നെ അതിലില്ല, സ്ക്രാച്ചസോ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് നമുക്കത് റീസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ബൂട്ട് സ്പേസിൽ ആ ലോക്കിന് ചുറ്റുമായിട്ട് വരുന്ന ബോർഡറാണ്. ആക്ച്വലി ബ്ലാക്ക് കളറാണ്, പക്ഷേ അത് ചെറിയ രീതിയിൽ ഡള്ളായിട്ടുണ്ട്. പൊട്ടലൊന്നും തന്നെ എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗ്ലാസ്സിന് ചുറ്റും ഒരു ബോർഡർ ലൈൻ വരുന്നു. ആ ബോർഡർ ലൈനാണ് ആക്ച്വലി ഈ കാണുന്നത്. ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്, കാരണം ഈ മെറ്റീരിയലൊക്കെ തന്നെ ബ്ലാക്ക് ഫൈബറാണ്. അത് കാലപ്പഴക്കം വരുമ്പോൾ അതിൻ്റെ കളർ ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നുണ്ട്. അത് ഇതിനും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്യാം. കാരണം വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിലില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളിലുള്ള മാറ്റുകളൊക്കെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ മാറ്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഈ പെയിൻറ്റിങ് കഴിഞ്ഞ് വരുന്നതിന് മുന്നേ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ കാലപ്പഴക്കത്തിൻ്റേതായ സ്മെല്ലൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ചെറിയ രീതിയിൽ നനവടിച്ച് സ്മെല്ല് സ്റ്റാർട്ട് ചെയ്തെന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വാഷ് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുക്കും. ദേ കാണുന്നത് വണ്ടിയുടെ റിയർ ഗ്ലാസ് ആണ്. റിയർ ഗ്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ മാത്രമേ ഇനി ഫിക്സ് ചെയ്യത്തുള്ളൂ. ഒന്ന് ക്ലീൻ ചെയ്ത് പ്രോപ്പറാക്കിയതിന് ശേഷം പുതിയ സീലൻ്റൊക്കെ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് തന്നെ അത് ഫിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ബാക്ക് സീറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്ക് സീറ്റിലും അഴുക്ക് നല്ല രീതിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീറ്റ് എന്തായാലും കവർ ഇപ്പോൾ മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. അത് ഒരു നെക്സ്റ്റ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാനേ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് ഇതിനെയൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ഒരു സീറ്റിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ കീറലോ ഒന്നും തന്നെ ഇല്ല. അഴുക്ക് മാത്രമേ ഉള്ളൂ. അഴുക്കെല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു 90% വരെ ഇതിനെ റീസ്റ്റോർ ചെയ്ത് ഒറിജിനൽ കണ്ടീഷനിലോട്ട് മാറ്റാൻ സാധിക്കും, അത് ഉറപ്പാണ്. അതിൻ്റെ ബാക്ക് റസ്റ്റാണ് ആക്ച്വലി ഈ കാണുന്നത്. അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു ടാറ്റ മാൻസയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ വിശേഷം. സോ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തതിന് ശേഷം
എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഞാൻ അപ്പോൾ ഒരു ഫുൾ വീഡിയോ ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടോ, ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിലോ കമൻറ്റായിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അത് നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യാം, അറിയാത്തതാണെങ്കിൽ ഞാനത് ചോദിച്ചറിഞ്ഞതിന് ശേഷം റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് കളറ്, ഒരു അത്ര ബ്രൈറ്റ് വൈറ്റ് കളറാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനെ നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത് ബ്രൈറ്റ് പേൾ വൈറ്റിലോട്ടാണ്. പേൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് റൂഫ് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു വണ്ടി ചെയ്തിറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയുടെ ഫുൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും. കുറച്ച് കാലതാമസം ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഇറങ്ങുമ്പോൾ ഇത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് സിയോണിൽ നിന്ന് ഇറങ്ങും. അത് സിയോണിൻ്റെ കോൺഫിഡൻസ് ആണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.